ഈ മുംബൈ ജയില് ഇതുപോലൊന്നുമല്ല, കാണാൻ ഭയങ്കര വലുതാ. ഈ ബോംബെ ജയിലിൽ മേസ്ത്രിമാരുണ്ടാവുക? ആ, അവിടെ എല്ലാവരും മേസ്ത്രിമാരാ. അത് ശരി. അവിടുത്തെ പോലീസുകാരൊക്കെ ഫ്രണ്ട്ലി ആണോ? പിന്നെ ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്. ഓ, അവിടെ ഡോൺമാരെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈല് വാട്സപ്പ് ചെയ്ത് തരാം. പെട്ടെന്ന് അയക്കട്ടാ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചാലാ. ഹായ് ബ്രോ. ആ, മാറിക്കടാ. ഓ, ഇത്ര ഉള്ളോ ഡോൺ? അല്ല, ചേട്ടന് ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ നിന്നെ പോലെ കരുതൽ തടങ്കലല്ലേ, പിന്നെ ഞാൻ ഗുണ്ടാലിസ്റ്റിലുണ്ടെന്നേ. അത് ശരിയാ, ഗുണ്ടാലിസ്റ്റിലായി പിന്നെ തീർന്ന് ഏത് VIP വന്നാലും അത് തന്നെ അല്ലേ? വരട്ടിരിക്കും. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടേ. പ്രശ്നം അതെ, അന്നത്തെ ആ സംഭവം ഞാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ. ഇവിടെയാ നമ്മൾ തമ്മിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും ശരിക്കും സർപ്രൈസ് ആയി പോയി. ഹലോ, TV ടൈം കഴിഞ്ഞല്ലോ, പിന്നെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ടാ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങോട്ട് വഴി മാറിപ്പോയി. ഞാൻ പരാതിപ്പെട്ടിരുന്നെങ്കിൽ നീ പെട്ടേനെ. അവർക്കകത്ത് കയറാൻ വഴിയൊരുക്കിയത് നീയല്ലേ? സോറി. അല്ല, അവരാരായിരുന്നു? എൻ്റെ ഭാര്യയുടെ ചേട്ടൻ. അവന് ഇത്തിരി പശക. ചിലപ്പോൾ അവരുടെ കൊട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ന്യൂസൊക്കെ കേട്ടിട്ട് എന്നോട് ദേഷ്യം തോന്നി വേറെ ആരെങ്കിലും. ഞാൻ എന്തായാലും പെട്ടു. നീ കൂടി പെടണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പിന്നെ പരാതിപ്പെടാതിരുന്നു. താങ്ക് യു. താങ്ക് യു ഒന്നും വേണ്ട. എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഞാനോ? ഞാനെന്ത് ചെയ്യാനാ? നിന്റെ നാട് വരെ ഒന്ന് പോകും. അയ്യോ, ഞാനിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൈമാവും. ഇപ്പോഴല്ല, നീ പുറത്തു പോകുമ്പോൾ. ആ, പുറത്തു പോകുമ്പോ. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ തരാം. അവനോട് അവൻ്റെ കൂട്ടുകാരനൊന്ന് വിളിക്കാൻ പറയണം. എൻ്റെ മോളുടെ പേരിൽ കുറച്ച് കാശ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കളക്ട് ചെയ്ത് അവൻ ചെയ്തോളൂ. അത് അല്ല, ഞാൻ ഇതൊക്കെ ആരോടാ പറയേണ്ടത്? ആരാണ് അവൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അളിയൻ, ഭാര്യയുടെ ചേട്ടൻ. കൊട്ടേഷൻ? ദ സെയിം അളിയൻ? നീ പേടിക്കണ്ട, അവർക്ക് എന്നോട് ദേഷ്യം. എന്നൊന്നും ചെയ്യില്ല. പക്ഷേ ഞാൻ പോയി എൻ്റെ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് എന്നെ എന്തെങ്കിലും ചെയ്യും. എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേ ഉണ്ട്. ഇത് ഞാൻ കാണുന്ന അവസാനത്തെ മഴക്കാലമായിരിക്കും. എന്തിനെത്രയും പേരെ കൊന്നത്? അതല്ലേ ചോദിക്കാൻ പോയത്. ഇവിടെയുള്ള എല്ലാവരും എന്നോട് ചോദിച്ചാ ഞാൻ ആവർത്തിച്ച് മറുപടിയും പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിക്കില്ല. എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. എൻ്റെ വാക്കിന് ഒരു വിലയില്ല. നമ്മൾ രണ്ടുപേരും ഒരു കാര്യത്തിൽ കൂടി സാമ്യതയുണ്ട്. സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ മറ്റുള്ളവരെ ഉറപ്പിച്ചവരാണ് നമ്മൾ രണ്ടുപേരും. അങ്ങനെയുള്ളവരൊന്നും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. എന്ത് രസാ കൊച്ചിന്റെ മുടി കാണാൻ. വരുന്നടാ. എന്താ മോളെ? എന്നെയും കൂട്ടുവോ? അയ്യോടാ, കൊറേ നേരം ബസ്സിലിരിക്കണം, മോക്ക് ബോറടിക്കും. മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോ. സുരേച്ചി, മോളെ ഒന്ന് നോക്കിക്കോണേ, ഞങ്ങളൊന്ന് പുറത്തു പോവാം. പോയിട്ട് വരട്ടെ. ടാറ്റാ. അച്ഛൻ്റെ ആറ്റില്ലേ? ശരി, എന്നാ പോയിട്ട് വരാം. റോഡിൽ ഇറങ്ങരുതേ. ശരി, പോയിട്ട് വരാം.
ടിക്കറ്റ് ചില്ലറുണ്ട് കേട്ടോ 2 രൂപ തരാം. അമ്മ എനിക്ക് ആ പാവയെ വേണം. വേണ്ട മോനെ. അമ്മ എനിക്ക് ആ പാവയെ വേണം. അയ്യേ അത് ആന്റിയുടെ പാവയല്ലേ. അമ്മ എനിക്ക് ആ പാവയെ വേണം. ഇറങ്ങിയിട്ട് അമ്മയുടെ മുത്തിന് വാങ്ങി തരാട്ടോ. ദാ, മോനെടുത്തു. പാവയ്ക്ക് കൊടുക്ക്, ആന്റിക്ക് കൊടുക്ക്. ഇല്ല ഞാൻ കൊടുക്കില്ല. ആന്റിയുടെ പാവയല്ലേ. ഇല്ല കൊടുക്ക് പാവേ. നോക്കിയത് കണ്ട, ഇത് പെൺകുട്ടികളുടെ പാവയാ. അശ്ശേ, മോൻ ആൺകുട്ടിയല്ലേ. നമുക്ക് ഇറങ്ങുമ്പോ അയ്യോ മോനറിയാതെ സോറി. ആ പാവങ്ങൾ നിർത്തിട്ട് കൊച്ചു ഒന്ന് എടുത്തോട്ടെ. ഒരു മിനിറ്റ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടണതും വണ്ടി പൊട്ടിത്തെറിക്കുന്നത് കണ്ടവരുടെയൊക്കെ മൊഴി എനിക്കെതിരായി. എൻ്റെ പാവം ഭാര്യ അതിലുണ്ടായിരുന്നു. അവളെ ഞാൻ കൊല്ലുവോ? അതായിരുന്നു എൻ്റെ ന്യായം. പക്ഷെ കോടതി ചെന്നപ്പോൾ ഭാര്യയെ കൊന്ന കൊടുങ്ക്രൂരനായി ഞാൻ ഇനി പുറം ലോകം കാണുമെന്ന് പോലും എനിക്കറിയില്ല. ആ നാട്ടിൽ പോകുമ്പോൾ മോളൊന്ന് കൊണ്ട് കാണിക്കാൻ പറയും. കുട്ടിയെ വേണേ കൊണ്ടോക്കോ, പിന്നെയും കൂടി തിരിച്ചു കൊണ്ടുവരണ്ട. അല്ലെങ്കിലും ഇതിനൂടെ വളർത്താനൊന്നും പോകുന്നില്ല. ഏതെങ്കിലും എത്തിങ്കാനെ കൊണ്ടാക്കും. അവൻ ചെയ്തതിന് ഈ കൊച്ചിനോട് പകരം വീട്ടുമൊന്നുമല്ല. ഇതിനെ കാണുമ്പോൾ ഓരോന്ന് ഓർമ്മ വരിക. മറ്റവന്റെ കൂട്ടുകാരനാ, വേറൊരു ജയിൽ പുള്ളി. അയ്യോ ഞാൻ ക്രിമിനലല്ല, കരുതൽ തടങ്ക അല്ല, കരുതൽ തടങ്കല. ഇത്ത മധുരം വേണ്ട. അല്ല, എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഒന്നുമില്ല, മധുരം എനിക്ക് ഓക്കെയാണ്. ചായ വേണ്ട എന്നാണ് പറഞ്ഞത്. ആണല്ലേ? ഞാൻ ചുമ്മാ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് ഈ ചായയും കാപ്പിയൊന്നും കുടിക്കണ ശീലം എനിക്കില്ല. പിന്നെ ഈ നമ്മുടെ ഈ ബാലേട്ടൻ കുറച്ച് പൈസയൊക്കെ ഈ കുഞ്ഞിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇവിടെ കിട്ടണ്ടേ. അപ്പൊ കൂട്ടുകാരനൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് കുഞ്ഞിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യേ. അവന്റെ ഒന്നും ഇവിടെ വേണ്ട. മേലാൽ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരികയും ചെയ്യരുത്, മനസ്സിലായില്ലേ? ഇക്ക ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്കറിയാം ഇക്ക ആളൊരു നിഷ്കുവാണ്. എനിക്കിതുപോലെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പാവം ട്രെയിൻ കയറി മരിച്ചുപോയി. ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും നിങ്ങളുടെ ആലോചിക്കുമ്പോ എൻ്റെ അമ്മേ ട്രെയിൻ ഇടിച്ചിട്ടേ കാല് വേറെ കൈ വേറെ തല പാതി വെച്ച് എണിച്ചേ. നേരെ അങ്ങോട്ട് പോയാ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതിലൂടെ അങ്ങോട്ട് പോക്കോ. അല്ലക്ക, നമ്മളൊക്കെ മരിച്ചു പോണ മനുഷ്യന്മാരാന്നുള്ളൊരു ട്വിസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ബസ്സിൽ കയറുന്നവരുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് സ്ഫോടനത്തിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 49 പേരാണ് സ്ഫോടനത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ഇവൻ മരിച്ചിട്ടില്ല. പൊക്കം കുറഞ്ഞവൻ ഞാനെന്ന് പറഞ്ഞില്ലേ മുംബൈയിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച്, അതിനകത്തുള്ളതാ ഇവൻ.
പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ലേ? അപ്പൊ എങ്ങനെയാ അവിടെ? ഇത് അതുപോലത്തെ വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ? അല്ലല്ല, ഇതവൻ തന്നെയാ. സത്യവാ, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. ഇതെന്തോ കുഴപ്പമുണ്ടെന്നേ. ഇതവൻ തന്നെയാ. ഇനി രാഷ്ട്രപതിയുടെ മുന്നിൽ ദയാഹർജി സമർപ്പിക്കുക മാത്രമാണ് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ ബാലന്റെ മുന്നിലുള്ള ഏക പോംവഴി. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇങ്ങനൊരു കേട്ടുകേൾവി മാത്രം വെച്ചുകൊണ്ടൊരു കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിന് തക്കതായ തെളിവുകളുണ്ടെങ്കിലേ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും. നമ്മുടെ ഇപ്പം അത്രയും ടൈമില്ലല്ലോ. ഒരുപക്ഷെ നമ്മളിതൊക്കെ തയ്യാറാക്കി ചെല്ലുമ്പോഴേക്കും ശിക്ഷ നടപ്പാകും. വധശിക്ഷയാണെങ്കിൽ പ്രസിഡന്റ് വിചാരിച്ചാൽ ചിലപ്പോൾ ഇളവ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ദയാഹർജി കൊടുക്കാൻ ബാലനാരുമില്ല. മോളുടെ പേരിൽ ഹർജി കൊടുക്കാൻ നോക്കിയപ്പോൾ ബാലന്റെ ഭാര്യ വീട്ടുകാരെ ഉടക്കി. അവർ സമ്മതിച്ചില്ല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാൻ കുറ്റക്കാരനല്ലെന്ന് എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. അത് മതി. ആ സന്തോഷത്തിലാണ് പോവാ. എന്ന് പോകട്ടെ. ഇക്കൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞോടാ? നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ബാലൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയത്. അയാളുടെ കാര്യം വിട്ടേക്ക്. ഈ കുഞ്ഞിനൊന്ന് ഓർത്തൂടെ? ഈ കുഞ്ഞിന് അവളുടെ അച്ഛനെ അവസാനമായിട്ട് കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മളായിട്ട് അത് തടയരുത്. നിങ്ങൾ ആരും വരണ്ട. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ അച്ഛനെ കാണിച്ചിട്ട് ഭദ്രമായി തിരിച്ചിവിടെ കൊണ്ടുവന്നെത്തിക്കാം. വന്നേ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഇതാരാ? അച്ഛനെ കൊച്ചപ്പോഴാ വന്നേ? അച്ഛനെപ്പോ വരുന്നേ? കൂട്ടില്ലേ? അച്ഛൻ മാത്രം ഉമ്മച്ചും കൂട്ടില്ലേ? ഉമ്മച്ചി മരിച്ചുപോയില്ലേ? മരിച്ചു പോയാലും ഞാൻ കൂട്ടുന്നുണ്ട്. വിശേഷം പറ. എന്റെ കൂട്ടുകാരൊന്നും എന്നോടിപ്പം ഉണ്ടാറില്ല. കൊച്ചു സ്കൂളിൽ പോകുമ്പോ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ കളിയാക്കും. അതൊന്നും കിട്ടുന്ന കൊച്ചു വേദനിക്കണ്ടട്ടാ. അച്ഛനൊന്നും ചെയ്തില്ലെന്ന് കൊച്ചിനറിയാലോ. അറിയില്ലേ? അപ്പൊ ചിലപ്പോൾ എത്തിങ്ങാനല്ലാക്കും. പിള്ളേർക്ക് പഠിച്ചവൻ കൂട്ടിനുണ്ടാവും. എന്ത് വിഷമം വന്നാലും പഠിച്ചവനോട് പറഞ്ഞാൽ മതി. പഠിച്ചവൻ കാക്കും. ചിരിച്ചേ. ശരിയല്ലേ? സത്യ നോക്കുന്നു മാറ്റം കൊടുക്കേ. എന്തു പറ്റി? ഉറക്കം വരുന്നില്ലേ? ഒന്നുമില്ല. നീ ഉറങ്ങിക്കോ, ഞാൻ വന്നോളാം. നിന്റെ ചാനൽ ഇങ്ങനെ വല്ലതും കാണിച്ചാൽ ബാക്കി വെച്ചേക്കല്ലോ. അവന്റെ ഒരു കരിപുറണ്ട ജീവിതങ്ങൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ആവർത്തിച്ചാലും യൂട്യൂബർ സ്റ്റീഫൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി താഞ്ചല്ലേ നിങ്ങൾ ചെയ്തത്. സത്യനാഥനല്ലേ? അതെ. തെറി പറഞ്ഞു തല്ലരുത്. ഞാൻ അതിനൊന്നല്ല. എന്തായിരുന്നു അത്? അതിവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ ഉള്ളിൽ ക്യാമറ വെച്ചിട്ട് ഡൈ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചൊരു വ്ളോഗ് ചെയ്തു.
അതിന്റെ സന്തോഷപ്രകടനമായിരുന്നു. എന്തായിരുന്നു ബ്ലോക്ക്? കരിപുരണ്ട ജീവിതങ്ങൾ. ഈ കരിപുരണ്ട ജീവിതങ്ങളെ കുറിച്ചല്ലാതെ നഷ്ടപ്പെടുന്ന ജീവനെ കുറിച്ച് എഴുതാൻ ധൈര്യമുണ്ടോ? ഐറ്റം ഉണ്ടോ? ഉണ്ട്. വൈറലാവോ? ആവും. ഗായിക്ക് എന്നാ വേണ്ടേ? എനിക്കൊരു മെയിൽ അയക്കണം. അയച്ചു, സ്വന്തം പോലെ അയച്ചോ കേട്ടോ, പാസ്വേഡ് ഒന്നുമില്ല. ഇത് കുഴപ്പമാവൂലേ? സത്യം പറയാൻ പേടിക്കണം. സർ, ആ പോരാ. താൻ പ്രസിഡന്റിന് ഇമെയിൽ അയച്ചോ? ഒന്നല്ല 10-15 എണ്ണം. ശ്രദ്ധിക്കപ്പെടാണ്ട് പോണ്ടല്ലോ എന്ന് വെച്ചിട്ടാ കൂടുതൽ അയച്ചത്. ഇയാൾക്കേ പ്രസിഡന്റിനെ നേരിട്ട് കാണണമെന്ന്, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത്രേ. പ്രസിഡന്റിനെതിരെ ഭീഷണി മുഴക്കിയ ആളാണ് താൻ. അതുകൊണ്ട് അദ്ദേഹമുള്ള സ്റ്റേറ്റിൽ നിൽക്കാൻ പോലും പറ്റില്ലെന്ന് അറിയില്ലേ? സാർ, അത് ബാലന് വേണ്ടി ദയാഹർജി കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ പറ്റിപ്പോയ ഒരു അബദ്ധമാണെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്തൂടെ? അതൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇയാൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ഫോടന കേസിലെ പ്രതിയാ. പച്ചത്തനെ പോലീസുകാര്. ഇതാരാ? നീ ആരടാ? എങ്ങോട്ടേ കുത്തിക്കറി പറഞ്ഞത്? സാറേ, ഞാനേ ഇവിടുത്തെ SI വിളിച്ചിട്ട് വന്നാ. SI സാർ വിളിച്ചതേ ചോദ്യം ചെയ്യാനാ, കല്യാണം കൂടാനല്ല. വണ്ടി എടുത്ത് മാറ്റാ. സാറേ, നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ അല്ലേ? പോലീസ് ഇപ്പൊക്കെ ഇവിടെ ഇട്ടുണ്ടല്ലോ. എന്നാ ജീപ്പ് എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടിട്ട്. എൻ്റെ അമ്മായിയപ്പനുണ്ടല്ലോ ചൗരാചേട്ടൻ, ഒരുപാട് കാലമായിട്ട് അങ്ങേരെ എനിക്കറിയാം. ഒരു സാധു മനുഷ്യനാണ്. താൻ അയാൾക്കും കുടുംബത്തിനും ഒരുപാട് മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. തന്നെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് താനൊരു കുഴപ്പക്കാരനല്ലെന്ന റിപ്പോർട്ട് തയ്യാറാക്കി തന്നെ ആ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. പോയി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കും. സാർ, അയാൾ നിരപരാധിയാണ്. തൂക്കിക്കൊല്ലാൻ പോവുക. എന്ത് നീതികേട് കണ്ടാലും പ്രതികരിക്കാതെ വാപുത്തി നിൽക്കുന്നതാണോ മര്യാദക്കുള്ള ജീവിതം?